നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ജൂലൈ മാസം 21-ാം തീയതി 1199 ആണ്ട് കർക്കടക മാസം 6-ാം തീയതി ഞായറാഴ്ചയാണ്. ഇന്ന് ഉത്രാടം നക്ഷത്രമാണ്. നക്ഷത്രം ഉത്രാട നക്ഷത്രം മാത്രമല്ല, ഇന്ന് പൗർണമിയാണ്, വെളുത്ത വാവാണ്. പൗർണമിക്ക് വളരെ പ്രാധാന്യമുണ്ട്. മാസത്തിൽ ഒരു ദിവസമേ പൂർണ്ണചന്ദ്രൻ ഉദിക്കുകയുള്ളൂ. അന്ന് എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും അതിനെ ആഗിരണം ചെയ്യാനുള്ള ശക്തിയുണ്ട് പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന ദിവസം. ഇന്ന് പൂർണ്ണചന്ദ്രൻ ഉദിച്ചിരിക്കുന്ന ദിവസമാണ്, ഞായറാഴ്ചയാണ്, ഉത്രാട നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതാണ്. നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാവുന്ന നക്ഷത്രങ്ങളിൽ പെടുന്നതാണ് ഉത്രാട നക്ഷത്രം. അപ്പോൾ ഉത്രാട നക്ഷത്രം, പൗർണമി, ഞായറാഴ്ച. അപ്പോൾ ഇന്ന് സന്തോഷപ്രദമായ ഒരു ദിവസം തന്നെയാണ്, അതിന് സംശയം വേണ്ട. പൗർണമിക്ക് എല്ലാം പോസിറ്റീവ് എനർജി കൂടിയ ദിവസമാണ്. അപ്പോൾ ഇന്ന് ദിവസം ഐശ്വര്യപ്രദമായി തീരും എല്ലാ ആൾക്കാർക്കും. പ്രത്യേകിച്ച് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ഉത്രാട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് പൗർണമിയും കൂടെ കിട്ടിയിരിക്കുകയാണ്. പൗർണമി ദിവസം ബർത്ത്ഡേ വരിക എന്ന് പറഞ്ഞാൽ പ്രകാശമരളും. ഞായറാഴ്ച പ്രകാശപൂരിതമായിട്ടാണ്. അതിനൊപ്പം തന്നെ ചന്ദ്രൻ്റെ സപ്പോർട്ടും കൂടി ലഭിക്കുന്ന സമയമാകുമ്പോൾ മനസ്സമാധാനവും സന്തോഷവും സൗഭാഗ്യങ്ങളും പ്രതീക്ഷിക്കാതെ വന്നു ചേരും. ഈ ഒരു വർഷം സന്തോഷത്തിന് വഴിതെളിക്കുന്ന വർഷം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ശരിക്ക് ഇന്ന് പൗർണമി ആയതുകൊണ്ട് ദേവിയെ പൗർണമി പൂജയ്ക്ക് ഏതെങ്കിലും ദേവീക്ഷേത്രത്തിൽ കൊടുക്കണം. അതുപോലെ തന്നെ ഒരു വർഷവും പറ്റുന്ന ദിവസങ്ങളിൽ സൂര്യഭഗവാനെ തൊഴണം. സൂര്യൻ്റെ ദേവത മഹാദേവനായതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ പറ്റുന്ന ഞായറാഴ്ചകളിൽ ഭഗവാന് ജലധാരയും അർച്ചനയും നടത്തണം. അപ്പോൾ നമുക്ക് കിട്ടാനുള്ള ഫലം തടസ്സം കൂടാതെ പെട്ടെന്ന് ലഭിക്കും. അല്ലെങ്കിൽ ഒരു വർഷത്തിനകത്ത് നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. അത് സമയബന്ധിതമായി നമുക്ക് ലഭിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പരിഹാരങ്ങളും കൂടെ ചെയ്ത് പോകുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തിൽ ഒരു ദിവസമേ, ഒരു മാസത്തിൽ ഒരു ദിവസമേ പൗർണമി ഉള്ളൂ. ചിലപ്പോൾ പൗർണമി ദിവസം നല്ല നക്ഷത്രവും നല്ല ദിവസവും കിട്ടണമെന്നില്ല. ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ഒരു ഭാഗ്യദായകമായ ദിവസം തന്നെയാണ് ഇന്ന്. അപ്പോൾ എന്ത് കാര്യത്തിന് ഇന്ന് നമുക്ക് ഇറങ്ങുന്ന കാര്യങ്ങൾ വളരെ സന്തോഷവും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഭംഗിയാവുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് പരിഹാരങ്ങൾക്ക് ഒപ്പം ഇന്നത്തെ ദിവസം യാത്ര തിരിക്കുമ്പോൾ രാവുകാലം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാവുകാലത്തിന് വളരെ പ്രാധാന്യം എന്തുകൊണ്ട് പറയുന്നു വെച്ചാൽ, രാവുകാല സമയത്ത് നമ്മൾ യാത്ര തിരിക്കുകയാണെങ്കിൽ, യാത്ര തുടങ്ങുകയാണെങ്കിൽ നിങ്ങളെ നാഗര് ഉണർന്നിരിക്കുന്ന സമയമാണ് രാവുകാല സമയം. നമ്മളെ ചുറ്റിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. ആ ചുറ്റലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് രാവുകാലം ഒഴിവാക്കാൻ പറയണേ. ഇന്ന് രാവുകാലം ഇപ്പോൾ കലണ്ടറിൽ ഇട്ടിരിക്കുന്ന 4 തൊട്ട് 6 മണി വരെയാണ് എന്ന് ഇട്ടിട്ടുണ്ടെങ്കിലും ഇന്നത്തെ രാവുകാലം നമുക്ക് 5 മണി 12 മിനിറ്റ് തൊട്ടാണ് രാവുകാലം തുടങ്ങുന്നത്. 6 മണി 46 മിനിറ്റ് വരെ രാവുകാലമുണ്ട്. 5:12 മുമ്പോ 6:46 ശേഷമോ ഓരോ കാര്യത്തിന് ഇറങ്ങുക. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12 മണി 4 മിനിറ്റ് തൊട്ട് ആണ് ശരിക്ക് അഭിജിത്ത് മുഹൂർത്തം ആരംഭിക്കുന്നത്. ഇപ്പോൾ 12 മണി 55 മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഇത് വളരെ സൗഭാഗ്യത്തെ കൊടുക്കുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. പക്ഷെ നമുക്ക് 2 സമയങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇന്നത്തെ പൗർണമിയാണ്, അല്ലെങ്കിൽ എല്ലാവിധ സൗഭാഗ്യമുള്ള സമയമാണ് എങ്കിൽ പോലും ഗുളികനും യമകണ്ഠനും അനുവദനീയമായിട്ടുള്ള സമയം നിങ്ങൾ ഒരു കാര്യത്തിന് എടുക്കരുത്. ഇപ്പോൾ ഗുളികകാല സമയം പറഞ്ഞത് ശരിക്ക് ജാതക പ്രകാരം തന്നെ 3 മണി 38 മിനിറ്റ് തൊട്ട്
5 മണി 12 മിനിറ്റ് വരെയും യമകണ്ഠകാല സമയം വരുന്നത് 12 മണി 31 മിനിറ്റ് തൊട്ട് 2 മണി 5 മിനിറ്റ് വരെയും. ഈ സമയം പൊതുവെ അങ്ങ് ഒഴിവാക്കി കളയുക. എന്തൊക്കെ കാര്യങ്ങൾക്ക് ബാക്കി നമുക്ക് എത്രയോ സമയം കിടക്കണു, 12 മണിക്കൂറിൽ 3 മണിക്കൂർ നേരം ഒഴിവാക്കി കളയുക. അതുപോലെ ഇന്നത്തെ ദിവസം ഓരോ ഭാഗ്യവും നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. റെഡ് മിക്സായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. താമരപ്പൂവിൻ്റെ കളറ്, അതുപോലെ റോസ് കളറ്, ഏതെങ്കിലും വസ്ത്രം നമ്മളെ മൊത്തം വസ്ത്രങ്ങളിൽ അതിൻ്റെയും കൂടി മിക്സ് ഉണ്ടാവണം. അത് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി, പ്രകൃതിയിലുള്ള ഗ്രഹത്തിൻ്റെ ആകർഷണം കൂടുതലായിട്ടുണ്ടാവുകയും ആ വ്യക്തിക്ക് കൂടുതൽ ശോഭിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.